ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോറി, അവരല്ല, മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ 2 മണിക്കാണ് എഴുന്നേറ്റത്. അല്ല കേട്ടോ, ഞാൻ 10 മണിക്കകത്ത് എണീച്ചിട്ട് ഞാൻ പിന്നെയും പോയിട്ട് നമുക്ക് ഉറക്കം അങ്ങോട്ട് ശരിയായിക്കില്ല. അപ്പോൾ ഞാൻ പിന്നെയും പോയിട്ട് കിടന്നേരം 2 മണിയായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ നമ്മൾക്ക് പത്തലുണ്ട്, ഇന്നലെ രാത്രിത്തെ കല്ലമ്മക്കായുണ്ട്, അങ്ങനത്തെ. അപ്പോൾ പിന്നെ ചോറിൻ്റെ പൊരിച്ചില്ല 2 മണി ആയതുകൊണ്ട് അതെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിലെടുത്ത് എല്ലാം കൂടി ചോറും നാസ്തയെല്ലാം ഉപ്പരാക്കി. എന്നിട്ടൊരു 2:30 ആയപ്പോൾ കുറച്ച് റീൽസ് ടൈമാണ്. 2:30 അങ്ങനെ സമയം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫുൾ എനിക്ക് റെഡിയാക്കി വെക്കാനുണ്ട്, ഫുൾ പൊടി മുട്ടാനുണ്ട്, അങ്ങനത്തെ ചില്ലറ ഒരുക്കി വെക്കാനുണ്ട്, ചില്ലറ പണികൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഞാൻ വിചാരിച്ച് അടിച്ചു വാരാമെന്ന് വിചാരിച്ച്. ഈ ഒരു പ്രവൃത്തി എന്നിൽ നിന്ന് വളരെ അപൂർവമായിട്ടാണ് കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊടി മുട്ടുന്ന സംഭവം. അപ്പോൾ അങ്ങനെ പൊടി മുട്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് പൊടി മുട്ടി, എന്നിട്ട് തുടച്ച് അതിനെ കൊണ്ട് തുടച്ച് വെച്ച്, നനഞ്ഞ തുണി കൊണ്ട് തുടച്ച്, എന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി, അങ്ങനത്തെ സംഭവം. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 2 സെക്കൻഡായിട്ടാണ് വീഡിയോ ഉള്ളൂ. ഇത് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഒരു ദിവസത്തിൻ്റെ പകുതി അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ അതെല്ലാം എൻ്റെ ഫ്രെയിമാട്ടോ. ഫ്രെയിമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതെന്തെന്നാണെന്ന് അറിയാമോ? ഇതാണ് എൻ്റെ കോക്കുടുക്ക. കോക്കുടുക്ക തൂത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഓർഗനൈസർ. കുറേ മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ച് മേക്കപ്പ് സാധനങ്ങളും സ്കിൻ കെയറെല്ലാം ഉള്ളൂ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ എൻ്റെ ഓർഗനൈസറിൻ്റെ വെലിപ്പാണത്. അപ്പോൾ അതിലൊത്തൊന്നും ഇങ്ങനെ മുടുക്കുത്തി, അങ്ങനത്തെ ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചതാണ്. അതെല്ലാം എനിക്ക് കാണിച്ചായിരുന്നു. അത് ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ഉണ്ട്, കൺസീലർ ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. അത് ഞാൻ അങ്ങനെ യൂസ് ആക്കില്ല, എന്തിനോ വാങ്ങിയത്. ഇതെൻ്റെ സെക്കൻഡ് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. എൻ്റെ അടുത്ത് 4 എണ്ണം ഉണ്ട്, 4 കാതുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മരുവായപ്പോൾ ചായ വെച്ചു. ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ വെച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ നമ്മൾ വിചാരിച്ച് കിഴങ്ങ് ഉണ്ടാക്കാം. നല്ല രസമുണ്ടല്ലേ, കിഴങ്ങ് വേപ്പിച്ചതും, കപ്പ എന്ന് പറയും, കപ്പ വേപ്പിച്ചതും നല്ലൊരു ചമ്മന്തിയെല്ലാം വെച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നാളത്തേക്കുള്ള ഇത് എന്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പയർ വറവിൻ്റെ. അപ്പോൾ ഇതാണ് സംഭവം. കപ്പ, ഈ ചമ്മന്തി, മീൻ പുരട്ടി, 3 കൂടി ഇങ്ങനെ മിക്സാക്കിയിട്ട് എന്താ ടേസ്റ്റ് എന്നറിയാം. ടേസ്റ്റാണ്, പക്ഷേങ്കിൽ പള്ളൊന്നിനും പറ്റില്ല. അയച്ചായിരുന്നു മുളകിന് ചമ്മന്തിയാണ്. അതിൻ്റെ ഇത് വേണമെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ഇട്ടുതരാം. പിന്നെ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ കുറച്ച് മെയിലാഞ്ചി മീൻസ് മെയിലാഞ്ചി ഒന്നും ഇട്ടേന്നൊന്നും കാണിക്കുന്നില്ല, തൊപ്പി മാത്രം ഇട്ട് മെയിലാഞ്ചി അടക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.